ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ കളിയാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതിന് പ്രധാന കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണെന്നും പ്രതിപക്ഷം പറയുന്നു. മാത്രവുമല്ല, കേസിലെ നിർണായകമായ തെളിവുകൾ പരിശോധിക്കുന്നത് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ലാബിലാണെന്നതും UDF കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള പരിശോധനാ ഫലം ഏപ്രിൽ അവസാനത്തോടെ മാത്രമേ ലഭിക്കൂ എന്ന് SIT സംഘം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഏപ്രിൽ അവസാനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മാമാങ്കം അവസാനിക്കും. അതിനുശേഷം മാത്രമേ പരിശോധനാ ഫലം ലഭിക്കുകയുള്ളൂ. പരിശോധനാ ഫലം വന്നാലും അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ മെയ് 18 വരെ കാത്തിരിക്കണം. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് ഫലവും വരും. തെരഞ്ഞെടുപ്പിന് മുന്നേ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ പണി കിട്ടുമോ എന്ന് സർക്കാരിന് ഭയമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. കേസ് നീട്ടിവെച്ചത് സംസ്ഥാന സർക്കാരിനും CPM-നും താൽക്കാലിക ആശ്വാസമാണ്. എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ അത് LDF-ന് വലിയ തിരിച്ചടിയാകുമെന്നാണ് UDF പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM BJP ഡീൽ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യവും ചർച്ചയാകുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക വിധി നേരത്തെ വരുമെന്നായിരുന്നു ആദ്യമൊക്കെ വന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് കേസ് മെയ് 18 മാറ്റുകയായിരുന്നു. 45 ദിവസത്തിനകം പരിശോധന പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടും ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഉയരുന്ന മറ്റൊരാരോപണം. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയാണ് പരിശോധന നടത്തുന്നത്. ഈ ലാബാണ് ഫലം വൈകുമെന്ന് SIT-യെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഫലം വൈകുന്നതിന് കേന്ദ്രവും കേരളവും ഒത്തുകളിക്കുകയാണെന്നും റിപ്പോർട്ട് വൈകുന്നത് രാഷ്ട്രീയമായി LDF-ഉമായുള്ള ഡീലിന്റെ ഭാഗമാണെന്നും UDF കുറ്റപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒഴിവാക്കാൻ CPM-നെ ഇത് പരോക്ഷമായി സഹായിക്കുമെന്നാണ് UDF-ന്റെ ആരോപണം. പരിശോധനാ ഫലം മനഃപൂർവ്വം വൈകിക്കുന്നതാണോ എന്നും അവർ ചോദ്യമുയർത്തുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SIT-ക്ക് കൂടുതൽ സാവകാശം നൽകിയതോടെയാണ് വിവാദങ്ങളെല്ലാം വീണ്ടും തലപൊക്കി തുടങ്ങിയത്. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭ്യമാകാൻ ഏപ്രിൽ അവസാനമാകുമെന്ന് SIT അറിയിച്ചതിനെ തുടർന്നാണ് സാവകാശം ലഭിച്ചിരിക്കുന്നത്. കേസിൽ 358 സാക്ഷികളെയാണ് SIT വിസ്തരിച്ചത്. PS പ്രശാന്തിന്റെ കാലത്ത് സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട 20 സാക്ഷികളെ ചോദ്യം ചെയ്തെന്നും SIT കോടതിയെ അറിയിച്ചു. അതേസമയം ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേടിൽ കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വിജിലൻസിന്റെ ത്വരിതാന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. കേസിൽ തുടർ നടപടികൾ വേണ്ടെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കൊടിമര പുനർനിർമ്മാണത്തിനായി 412 ഗ്രാം സ്വർണമാണ് സംഭാവനയായി ലഭിച്ചത്. മുഴുവൻ സ്വർണവും വാജിവാഹന അഷ്ടദിക്പാലകരുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. സംഭാവന നൽകിയ നടന്മാരടക്കം 23 പേരുടെ മൊഴി വിജിലൻസ് എടുത്തിരുന്നു. മോഹൻലാൽ, രഞ്ജി പണിക്കർ, പ്രിയദർശൻ, ഷാജി കൈലാസ്, സുരേഷ് ഗോപി അടക്കം 27 പേരാണ് കൊടിമര പുനർനിർമ്മാണത്തിന് സംഭാവന നൽകിയത്. 4 പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. സംഭാവന സ്വർണത്തിന് ദേവസ്വം റെസീറ്റ് നൽകിയെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നത് ഏത് രീതിയിൽ പ്രതിപക്ഷം ഏറ്റെടുക്കുമെന്നും ഭരണപക്ഷത്തെ അതെങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്.